ശ്രീ അശോക് ഭണ്ഡാരി ടെലിഫോൺ ലൈനുണ്ട്. കേൾക്കാമോ സാർ? എന്താണ് താങ്കൾക്ക് ലഭിച്ച വിവരം? എന്താണ് സാർ? കേൾക്കാമോ? സാങ്കേതിക പ്രശ്നമുണ്ട്. കേൾക്കാം കേൾക്കാം, ഒന്ന് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അശോക് ഭണ്ഡാരി, എന്താണ് സംഭവിച്ചത്? ഈ പെൺകുട്ടിയെ യുവാവിന്റെ മൃതദേഹം കിട്ടിയെന്ന് മനസ്സിലാകുന്നു. എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? ഇല്ല, ഇന്ന് നമ്മ രാവിലെ ഇപ്പോ അന്വേഷണത്തിന് ഒരു 100-150 ആളംഗം ഒരുമിച്ച് പോലീസിന്റെ സഹായത്തോടെ കൂടിയ ഈ കാട്ടിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്തു. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത്, ഈ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു 200 മീറ്റർ അടുത്ത് ഒരു അക്കേഷ്യന്റെ ചെറിയ മരത്തിലാണ് തൂങ്ങി മരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു 11 മണി കഴിയുമ്പോ കണ്ടു. അപ്പം ഇവിടെ തൊട്ടടുത്ത് ഒരു ഗ്രൗണ്ട് എല്ലാം ഉണ്ട് ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പം ഇവിടെയെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇവര് അന്ന് തന്നെ ആ കാണാത്തായ രാത്രി ദിവസം തന്നെ ഇവിടെ തൂങ്ങി മരിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇവിടെ അങ്ങനെ നിൽക്കാനുള്ള ഒരു സ്ഥലമല്ല, ആൾക്കാർ കാണാത്ത സ്ഥലവും അല്ല. ഒരു ചെറിയ മരത്തിന്റെ അടിയിലാണ്, ഗ്രൗണ്ടിന്റെ സൈഡിലാണ് ഇവര് തൂങ്ങി മരിച്ചത്. ഇവര് തമ്മിൽ എന്താണ്, ആത്മഹത്യയാണോ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? അതിലെന്തെങ്കിലും വ്യക്തതയുണ്ടോ? ആത്മഹത്യയായിരിക്കും, ആത്മഹത്യയാണ്. ഇവർ തമ്മിൽ നേരത്തെ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണോ? അതെ, അങ്ങനെ ഉണ്ടാവുന്ന അവര് പറയുന്നേ, നാട്ടുകാരൊക്കെ പറയുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു ഇവർക്ക്. 26 ദിവസത്തോളമായി കാണാതായിട്ട്. അന്ന് മുതൽ തെരച്ചിലുണ്ടായിരുന്നു അല്ലേ? അതെ 26 ദിവസമായിട്ട് തെരച്ചിലുണ്ടായിരുന്നു. ഇന്നത്തെ തെരച്ചില്ലേ, അപ്പം ഇന്നത് വ്യാപകമായി 150 ആളംഗം ഉണ്ടാവുന്ന ഒരു ടീം വ്യാപകമായി നടത്തിയത് കൊണ്ട് ഇപ്പൊ ഇന്ന് കണ്ടു. കുറച്ചു ദിവസമായി കാണും അല്ലേ മരണമൊക്കെ? മൃതദേഹത്തിന്റെ അവസ്ഥ അങ്ങനെയാണോ? അതെ, അങ്ങനെ വളരെ വീക്കായിനി, അത് കാണാനാവാത്ത രീതിയിലാണ്. ഈ കുടുംബത്തിന്റെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? കുടുംബത്തില് അതെ ഭയങ്കര വിഷമത്തിൽ. ഒരു കുഞ്ഞേ ഉള്ളൂ. ഇനി 2 പെൺകുട്ടികളാണ് ചെറുത്. അമ്മയും അച്ഛനും കൂലിപ്പണിക്ക് പോകുന്നവരാണ്, ബുദ്ധിമുട്ടുള്ളവർ. ഈ മരിച്ച 42-കാരനോ, അയാളുടെ സാഹചര്യം എന്താണ്? അയാള് കൂലിപ്പണിക്ക് പോകുന്നവരെ, അത്രേ ഉള്ളൂ. കൂലിപ്പണിക്ക് ഈ കുടുംബമായിട്ട് അടുപ്പമുള്ള ആളാണല്ലേ? അതെ. ശരി, ഓക്കെ. ശരി. താങ്കൾ തിരക്കിലാണെന്ന് അറിയാം. അദ്ദേഹം പഞ്ചായത്ത് അംഗമാണ്. അവിടെ മറ്റ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന സാഹചര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന്